ആദം കുക്കിംഗ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ വെക്കാൻ പോകുന്നത് മീൻ അച്ചാറിൻ്റെ ടേസ്റ്റിൽ ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാം. ഞാനിവിടെ ചൂരമീനാണ് എടുത്തേക്കുന്നത്. ചൂരമീൻ ഇത് 1/2 കിലോ ചൂരമീനുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് കടുക് വറുക്കാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ഇത്രയും വേണം. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക്, പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഞാനിവിടെ കായപ്പൊടി എടുത്തിട്ടില്ല. ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. പിന്നെ പുളി വേണം കേട്ടോ, പുളിയും വേണം. നമ്മൾ വിനാഗിരി ചേർക്കത്തില്ല, അതിന് പകരം പുളിയാണ് ചേർക്കുന്നത്. വിനാഗിരിക്ക് പകരം അച്ചാറിനകത്ത് വിനാഗിരിയല്ലേ ഒഴിക്കുന്നത്, അപ്പോൾ അതിന് പകരം പുളിയാണ് ചേർക്കുന്നത്. അപ്പം പുളിയും കൂടെ ഒരു 4 കഷ്ണം പുളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി വെക്കാൻ നോക്കാം. അപ്പോൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് മൂപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതിട്ട് മൂത്ത് വരട്ടെ. ചെറിയ ഒരു ചുവപ്പ് നിറമാവുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം. അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു നിറം വരണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും മീൻ കറിക്ക്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കെടുക്കുക. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഞാൻ ആദ്യമേ ഇടത്തില്ല. ചില ആൾക്കാരൊക്കെ കടുക് പൊട്ടിയിട്ട് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് അതിനകത്താണ് കടുക് വറക്കുന്നത്. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കും. ഓക്കെ, നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ ഭയങ്കര മഴ, കറണ്ടില്ല, ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന, മരങ്ങളൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ പുളി വെച്ചേക്കുന്ന പുളിയും വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരപ്പ് തിളയ്ക്കാനെ കൊണ്ട് വെക്കാം. വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് അരപ്പ് തിളയ്ക്കാനെ കൊണ്ട് വെക്കാം. തിളയ്ക്കാനെ കൊണ്ടൊന്ന് മൂടി വെച്ച് തിളയ്ക്കുമ്പോഴത്തേന് അതിലേക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. മീൻ പറക്കിയിട്ടിട്ട് ഒന്ന് റെഡിയാക്കി മീൻ കഷ്ണമെല്ലാം അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, ശരിയായിട്ടുണ്ട്. അപ്പോൾ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം വറ്റിച്ച് റെഡിയാക്കി എടുക്കണം. അതിനകത്ത് കായപ്പൊടി ചേർക്കണം കേട്ടോ. ഞാനിവിടെ കായപ്പൊടി എനിക്ക് തീർന്നു കഴിഞ്ഞാൽ മാങ്ങയച്ചാർ ഇടുന്നതിനും കായപ്പൊടി തീർന്നു പോയായിരുന്നു, പിന്നെ അത് മേടിച്ചില്ല. പക്ഷെ കായപ്പൊടിയും കൂടി ഇട്ടാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ മീൻ അച്ചാർ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.